എന്താ ആമിയുടെ പ്രോബ്ലം? എന്തോ ഒരു വലിയ സങ്കടം കിടപ്പുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ. അവൾ ആദ്യം വന്നപ്പോഴുണ്ടായിരുന്ന ആ ഗ്രൂമി അവസ്ഥ ഒന്ന് മാറി വന്നതായിരുന്നു. മുത്തശ്ശ, ആ പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്, വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. ആ കണ്ടുകളയാം. ഓ, രവി, ആ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്. ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നിസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. Okay. വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. Really? ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ, ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. ഓ, ആ പറഞ്ഞു ഒന്നിന് വരാ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവിസാറ് കുറെ കാശ് കൊടുക്കാൻ. ഞാനോ ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള? രവിസാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. രവിസാറേ, ദേ മുതലാളി. ശരി സാറേ, ഞാനാ മുതലാളി. അവിടെ നിന്ന് പാടോ. സാറേ, ചാടരുത്. അത് ആമി, എന്താ ആമി തനിച്ചിരിക്കുന്നത്? അങ്ങനെ തോന്നി. വല്ലപ്പോഴും അങ്ങനെ വേണ്ടേ? പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ, ആമിയുടെ കണ്ണെന്ന് നിറയുമ്പോ ഈ വീട് മുഴുവൻ പിടക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? മനഃപൂർവ്വമല്ല. എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയൂ. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാവും. തേങ്ങാ കൊലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആമി, എന്താ കുഴപ്പമെന്നറിയോ? തന്റെ കണ്ണിലൂടെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെ കുറിച്ച് അറിയോ ആമിക്ക്? ഞാനൊരു അനാഥനാണ്. A born of. Like me? Not at all like you. ആമിക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. ബ്രൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോ ഞാൻ അന്വേഷണം തുടങ്ങി. ബ്രൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം. തന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു. രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേtrons പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ. ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അത് മാത്രം ചെയ്തൂടെ? എനിക്ക് മനസ്സിലാവുന്നു. ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. ആരോടെങ്കിലും പറഞ്ഞ് അതിന്റെ ടെൻഷൻ കളയും. ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും. ഐ തിങ്ക് സോ. ഗുഡ്. ഡെന്നിസ്,
നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട്. നിങ്ങൾക്കതാവാൻ കഴിയും. ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലേ സാർ? എന്താ നീയും സ്വപ്നം കണ്ടു തുടങ്ങിയോ മോനായി? എന്തായിരുന്നു സ്വപ്നത്തില്? ഒരു മിന്നുകെട്ട്, ആ. ആകാശം മുട്ട ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത്. സാറായിരുന്നു അത്. പെണ്ണിനെ കണ്ടില്ലടാ. ഛേ, മുഖം വ്യക്തമാവും മുമ്പ് നേരം വെളുത്തുപോയി സാർ. ഛേ, പക്ഷെ സാറേ, ഇപ്പൊ ദാ പോയ പാർട്ടി അല്ലായിരുന്നോ അതൊന്നും എനിക്കൊരു സംശയം. അല്ലേ സാറേ? അല്ലേ? അല്ലേ സാറേ? ചുമ്മായിരിക്കടാ. ആമി, it's you? എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, are you crying? നോ ഡെന്നിസ്, ഇല്ല. ഞാൻ ചിരിക്കായിരുന്നു. കണ്ടില്ലേ? ദാ ഈ എന്താ ആമി ഇത്? കാര്യം എന്താണെന്ന് പറയൂ. എനിത്തിങ് സീരിയസ്? ഇല്ല. ദേ, ഞാൻ ഇപ്പൊ രവിയെ മുത്തച്ഛനെയൊക്കെ വിളിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതും ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്. പറയും. ഇത് പറയണം. ശരിയല്ലല്ലോ. ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസെ പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി? യെസ്. ബ്ലാക്ക് മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ. എന്തോന്ന് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടി. മോനായി പിടിക്കും, പക്ഷെ ഓവറായാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ. ഫീലിങ്സ് വരട്ടെ. ആ, അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോൾ തരില്ലല്ലേ? പ്രശ്ന മാസത്തില് 3 പങ്ക് എന്റെ വരും. മോനായി അവര് കാണാനടുത്ത് അടിച്ചൂടെ? എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. ചെണ്ടികളെ രണ്ടുപേരും കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് പറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താറ് ചാമ്പ് ചാമ്പും. ഈ ഡെന്നിസ് മഹാബോറനല്ലേ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. എന്നാലും ഈ ഡെന്നിസ് എന്ന് പറയുന്നവനൊരു നാണമില്ല. ആരെ പറഞ്ഞ? ഇന്നാളെ ഡെന്നി സാറിന്റെ ട്രൗസർ ഒരുപായിട്ട് നാളെ വന്നത് വീക്ക് ആ നാണമല്ല. ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട. അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇൻഡീസെന്റ് ആവും. എന്തായാലും രവിയേട്ടൻ പറഞ്ഞ അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ആരെ? ഡെന്നിസിനെ. അവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞുട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. പറയാൻ നട്ടലുള്ളവര് പറയണം. ഞാൻ പറഞ്ഞ ഞെട്ടും. ഞൊട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. പറയാ, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസിനെ. തെണ്ടി മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ ഡൽഹി സാറിന്റെ ആണ് ഈ ഫാമും ഈ വീടെല്ലാം. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാങ്ങാത്തൊലില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാളം വരാനുള്ള യോഗ്യതയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞാ പൊളിഞ്ഞില്ലേ നിങ്ങളുടെ കള്ളം? ഒന്ന് ഡെന്നിസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും അറിയട്ടെ. അപ്പന്ന മോനാക്കി ഞാനൊന്ന് കൊടുക്കും. കൊടുത്തോ? ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ഉണർത്തിയിട്ട് കൊടുക്കണേ. ഡെന്നിസെ പോ ഡെന്നിസെ, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ എന്തോ സീക്രട്ട് ബിസിനസ് നടത്തുകയാണ്. പോ.